ഇത്ര മനോഹരമായ പിങ്ക് നിറത്തിലുള്ള പായസം നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടോ? ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കാതെ നാച്ചുറലായിട്ട് നല്ല നിറത്തിലുള്ള ഈ ഒരു പായസം നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ തയ്യാറാണോ? ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കാതെ എങ്ങനെ ഈ ഒരു പായസത്തിന് ഇത്ര നല്ല കളർ കിട്ടിയെന്നാവും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. ഇന്ന് തയ്യാറാക്കുന്ന റെസിപ്പി സ്പെഷ്യൽ ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടുള്ള പായസമാണ്. ഇപ്പോൾ മനസ്സിലായോ നാച്ചുറൽ കളറിൻ്റെ രഹസ്യം? അപ്പോൾ ഈ ഒരു പായസം തയ്യാറാക്കാനായിട്ട് ഒരു ഫ്രഷ് ഡ്രാഗൺ ഫ്രൂട്ട് തൊലി കളഞ്ഞ് വൃത്തിയായി ചെറിയ പീസസായിട്ട് അരിഞ്ഞെടുക്കുക. ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അടിച്ചെടുക്കുക. നന്നായിട്ട് ബ്ലെൻഡായി കിട്ടിയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് കിട്ടിയിരിക്കുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട് റോയായി കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി കൊടുത്താൽ കുട്ടികൾ തീർച്ചയായിട്ടും കഴിക്കും കേട്ടോ. കുക്ക് ചെയ്യുമ്പോൾ ഈ ഒരു കളർ നഷ്ടമാകാതിരിക്കാനായിട്ട് ഒരു പ്രത്യേക കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ഒരു സീക്രട്ട് എന്താണെന്ന് അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. അടുപ്പ് കത്തിച്ച് ചൂട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പിലേക്ക് ആദ്യം തന്നെ വെച്ചോളൂ. അതിലേക്ക് കുറച്ച് നെയ്യൂടെ ഇട്ട് കൊടുക്കുക. നെയ്യൊന്ന് നന്നായി മെൽറ്റായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ഇട്ട് കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അതിലേക്ക് കപ്പലണ്ടി കൂടി ഇട്ട് കൊടുക്കുക. അത് രണ്ടും ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോഴേക്കും കുറച്ച് മുന്തിരി കൂടി അതിലേക്കിട്ട് നന്നായി ഇളക്കി കൊടുത്ത് മൂപ്പിച്ചെടുക്കുക. കപ്പലണ്ടിയും അണ്ടിപ്പരിപ്പും ചെറുതായിട്ട് കളറൊക്കെ മാറി ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മുന്തിരി കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക. മുന്തിരി കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുമ്പോഴേക്കും അത് നല്ല ബ്രൗൺ കളറായിട്ട് പെരുകി വരും. അപ്പോഴേക്കും ഇത് മൂന്നും കൂടി അങ്ങ് കോരി മാറ്റി വെക്കുക. അപ്പോൾ കോരി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ പാനിലേക്ക് തന്നെ ആ ബാക്കിയുള്ള നെയ്യിലേക്ക് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൾപ്പ് അടിച്ച് വെച്ചത് വീത്തി കൊടുക്കുക. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൾപ്പ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നെയ്യിലിട്ടൊന്ന് വേവിച്ചെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചാൽ മതിയാകും. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അടുത്തൊരു ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൾപ്പ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 1.5 സ്പൂണ് കോൺഫ്ലവറാണ് എടുക്കുന്നത്. അത് പാലിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൾപ്പിലേക്ക് വീത്തി കൊടുക്കാവുന്നതാണ്. കോൺഫ്ലവർ നല്ല കട്ടയില്ലാതെ തന്നെ ഇളക്കി യോജിപ്പിച്ച ശേഷം മാത്രം അടുപ്പിലുള്ള പാത്രത്തിലേക്ക് വീത്തുക. കോൺഫ്ലവറിൻ്റെ പൊടി പാലിൽ ചേർക്കാതെ ഇളക്കി യോജിപ്പിച്ച് ഇടാതിരുന്നാൽ കട്ട കെട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായും പാലിലിട്ട് ഇളക്കി നന്നായി യോജിപ്പിച്ച ശേഷം മാത്രം അടുപ്പിലുള്ള പാത്രത്തിലേക്ക് വീത്തുക. പായസത്തിന് കുറച്ചുകൂടി കട്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ കൂടി ചേർക്കുന്നത്. ഈ ഒരു സമയത്തും ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും. ഹൈ ഫ്ലെയിമിലിരുന്നാൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർക്കാവുന്നതാണ്. ഇനി ഒരു ബൗൾ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ പായസം ഏകദേശം ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ബൗൾ പഞ്ചസാരയാണ് ഞാനിതിൽ ചേർക്കുന്നത്. മധുരം ഓരോരുത്തരുടെയും ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ്. പഞ്ചസാര കൂടി ഒന്ന് മെൽറ്റാവുമ്പോഴേക്കും കുറച്ചുകൂടി ലൂസാവുന്നതാണ് നമ്മുടെ പായസം. നല്ലതുപോലെ ഇളക്കി കുറുക്കിയെടുക്കേണ്ടതാണ് പായസം. നന്നായി കുറുകി വരുമ്പോഴേക്കും നമുക്കിനി അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് കയ്യിലില്ലാത്തവർ അതിന് പകരം കുറച്ചുകൂടി പഞ്ചസാര ചേർത്താൽ മതിയാകും. മിൽക്ക് മെയ്ഡ് കൂടി ചേർക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആവുന്നത് കണ്ടോ? കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡ് ആവുന്നുണ്ട്. കുറച്ചുകൂടി നന്നായിട്ട് കുറുകി വരുമ്പോഴേക്കും പോയ കളർ തിരിച്ചു വരുന്നതാണ്. കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ മിൽക്ക് മെയ്ഡും എല്ലായിടത്തും നന്നായിട്ട് പിടിക്കുന്നതാണ്. അത് കഴിഞ്ഞ് നന്നായി തിളച്ച് വരുമ്പോഴേക്കും 1 സ്പൂണ് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. നെയ്യ് കൂടി ചേർക്കുന്നത് കൊണ്ട് കുറച്ചുകൂടി പായസം നല്ല തിക്കാവുന്നുണ്ട്. ഈ ഒരു സമയത്ത് 1 ഗ്ലാസ് പാൽ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചോളൂ. പായസം തയ്യാറാക്കാനായിട്ട് മൊത്തത്തിൽ 1.5 ഗ്ലാസ് പാലാണ് ആവശ്യമായിട്ട് വന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തോളൂ. ഇനി ജസ്റ്റ് ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ പായസം തയ്യാറായി കഴിഞ്ഞു. ചെറുതായിട്ടൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോഴേക്കും ഇനി നമുക്കിതിലേക്ക് മാറ്റിവെച്ച മുന്തിരിയും അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയും ഒക്കെ വറുത്തത് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. കളർഫുൾ ഡ്രാഗൺ ഫ്രൂട്ട് പായസം തയ്യാറായി കഴിഞ്ഞു. എല്ലാ പായസങ്ങളിലും ചേർക്കുന്നത് പോലെ ഏലക്കാപ്പൊടി ഇതിൽ ചേർത്തിട്ടില്ല.
നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഹെൽത്തിയും സ്വാദിഷ്ടവുമായ ഡ്രാഗൺ ഫ്രൂട്ട് പായസം തയ്യാറായി കഴിഞ്ഞു. അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഡെക്കറേഷനായിട്ട് കുറച്ച് മുന്തിരിയും അണ്ടിപ്പരിപ്പും മാറ്റി വെച്ചത് കൂടി അതിലേക്ക് ചേർക്കുന്നു. ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കാത്ത പിങ്ക് പായസം കാണുമ്പോൾ തന്നെ കുടിക്കാൻ തോന്നും. നല്ല കളർഫുള്ളും സ്വാദിഷ്ടവുമായ ഈ ഒരു പായസം നിങ്ങൾക്കും തീർച്ചയായും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വെറും 5 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾ ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടുമ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കുമല്ലോ. ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കാത്ത കുട്ടികൾക്കായാലും ഇങ്ങനെ തയ്യാറാക്കി കൊടുത്തു നോക്കോളൂ, അവർ തീർച്ചയായും കഴിക്കും. അപ്പോൾ ഈ ഒരു പായസം നിങ്ങൾ എന്തായാലും തീർച്ചയായും ട്രൈ ചെയ്യണം. പായസം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല ചിൽ പായസമായിട്ടും കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം ഏതാണ്? എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ കഴിച്ചോളൂ. ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫ്രഷ് ഫ്ലേവറും പാലിൻ്റെ ക്രീംനെസ്സും ചേർന്നപ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. രുചികരമായ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.